ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 77 വാക്യം 1. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവിടുന്ന് എനിക്ക് ചെവി തരും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 77-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് എഴുതിയ ഒരു പാട്ടാണ്. ആസാഫിൻ്റെ ഒരു ധ്യാനം കൂടിയാണ്. ഇത് ആസാഫിൻ്റെ ഒരു നിലവിളിയാണ്, അഥവാ ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആസാഫിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ പല പ്രതികൂലങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയുകയാണ്, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചു, എന്നാൽ എൻ്റെ ആത്മാവ് വിഷാദിക്കുകയാണ്. തുടർന്ന് ആസാഫ് പറയുന്നത്, എൻ്റെ കണ്ണിന് ഉറക്കം നിഷേധിച്ചിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ധ്യാനിക്കുകയാണ്. എൻ്റെ ആത്മാവും ശോധന ചെയ്യുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ ഉള്ള ഒരു ചിന്ത, ദൈവം തനിക്ക് പ്രതികൂലം എന്നാണ്. കർത്താവ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. 77-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം മനുഷ്യരോടായി ചെയ്ത വാഗ്ദാനം ദൈവം മറന്നുപോയതുപോലെ ആസാഫിന് തോന്നുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കഷ്ടതയിലാണ്. 77-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് അതാണ്. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. ദൈവത്തെ നാം അന്വേഷിക്കുന്നത് എപ്പോഴാണ്? പലപ്പോഴും ആസാഫിനെ പോലെ കഷ്ടതയിലാണ്. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ നാം ആസാഫിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്നു. എന്നാൽ മുമ്പേ, അഥവാ ആദ്യം മുൻഗണന എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും, എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം ആരായുന്നതായിരിക്കണം. ഇവിടെ ആസാഫ് പ്രാർത്ഥിച്ചു പറയുന്ന ഈ പ്രാർത്ഥനയിലും ധ്യാനത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അദ്ദേഹം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ദൈവത്തെ അന്വേഷിച്ചതും ദൈവത്തോട് പ്രാർത്ഥിച്ചതും. എങ്കിലും ഈ സങ്കീർത്തനം നാം ആദ്യ അവസാനം വായിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ നടത്തിപ്പ് നാം കാണുകയാണ്. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ആസാഫിന് ബോധ്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ധ്യാനിക്കുമെന്നും ചിന്തിക്കുമെന്നും 12-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ, അഥവാ 77-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ ആസാഫ് പറയുകയാണ്, മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ
നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയെന്ന്. വഴി നടത്തുന്ന ഒരു ദൈവം. ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വഴി നടത്തി. കൊടിയ കഷ്ടതയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അവരെ വിളിച്ചിറക്കിയ ദൈവം വഴിയിൽ അവരെ ഉപേക്ഷിച്ചില്ല. അതെ, അവരെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. ആം. നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ